അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവനും കർത്താവ് ഞങ്ങളെ പരിപാലിച്ചല്ലോ. ഓരോ ദിവസവും അവിടെ കൃപയിൽ കാത്തല്ലോ. വീഴാതവണ്ണം അങ്ങ് ഞങ്ങളെ പരിപാലിച്ചല്ലോ. അങ്ങയുടെ കരതലത്തിൽ ഞങ്ങളെ വഹിച്ചല്ലോ. അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയും ദീർഘക്ഷമയും നിമിത്തം ഇത് രാവിലെയും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഒരവസരം കൂടെ തന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ പുത്രനോട് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തമാക്കിയതിനായി സ്തോത്രം. അങ്ങയോട് ശത്രുതയിലായിരുന്നു ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തതിനായി നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാവിലെയും രക്ഷയുടെ പാനപാത്രം എടുത്ത് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. അവിടുത്തെ തിരുവിടത്തിലൂടെ ഹൃദയമായി ഞങ്ങളുടെ ഇടപെടുമാറാകണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, അങ്ങേ ഉള്ളതുപോലെ അങ്ങയുടെ പരിജ്ഞാനം ഞങ്ങൾ വർദ്ധിപ്പാൻ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ വർദ്ധിപ്പാൻ, ഞങ്ങളെ എന്തിനായി വിളിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുവാൻ, ഞങ്ങളെ തന്നെ ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ സമർപ്പിപ്പാൻ ഇന്ന് രാവിലെയും കൃപ ചെയ്യണമേ. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണം. ഈ സഭാ ഹാളിലും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ നിലകൾ ഭാരമുള്ള പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയിരിക്കുന്ന, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവേ, അങ്ങയുടെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു കൂടി വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നാം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നാം മഹത്വപ്പെടുത്തുവാനായി പോകുന്നു. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സാം നമ്പർ 150, 150 സങ്കീർത്തനം ചേർന്ന് വായിക്കാം. ചെറിയ ഒരു സങ്കീർത്തനമാണല്ലോ, 6 വാക്യം മാത്രമുള്ള സങ്കീർത്തനം. ചേർന്ന് വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വായിക്കാം. യഹോവയെ സ്തുതിക്കുവിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവിൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവിൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവിൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുവിൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കുവിൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കുവിൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിക്കുവിൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളിലൂടെ അവനെ സ്തുതിക്കുവിൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളിലൂടെ അവനെ സ്തുതിക്കുവിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. ആഹ്വാനം കേട്ടല്ലോ. ജീവനുള്ളതൊക്കെയും. അത് ഫിസിക്കൽ ലൈഫ് മാത്രമല്ല അവിടെ പറയുന്നത്. ഉള്ളിൽ നിത്യജീവന്റെ ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിത്യമരണത്തിലേക്ക് പോവുകയായിരുന്നു നമ്മെ തന്റെ പുത്രനിലൂടെ ഉള്ളിൽ നൽകി തന്ന നിത്യജീവന്റെ ഉറപ്പിൽ രാവിലെ അവനെ സ്തുതിക്കട്ടെ. കാരണം അവൻ സ്തുതിക്കുവാൻ യോഗ്യനാണ്. ഹല്ലേലൂയ. ഓരോ ലൈനും സ്തുതിക്കുവാനുള്ള ആമേൻ ആഹ്വാനമാണ്. അവിടെ പറയുന്നത് വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കുവിൻ, ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവിൻ. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം മഹിമാധിക്യത്തിന് തക്കവണ്ണം റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ആരായിരിക്കുന്നു എന്ന് അറിഞ്ഞ് അവിടുത്തെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. രാവിലെ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ആരാണെന്ന് അറിഞ്ഞ്, അവിടുന്ന് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്നറിഞ്ഞ്, അവിടുന്ന് നമ്മെ എന്താക്കി തീർത്തു എന്നറിഞ്ഞ് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് വാഴ്ത്താം. ഹല്ലേലൂയ. പഴയ ഗാനങ്ങളാണ് പാടുന്നത്. ധ്യാനത്തോട് ഈ ഗാനങ്ങൾ പാടി കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്മനാമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മ
praise you Lord. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന അങ്ങ് യോഗ്യനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണാധികാരിയായിരുന്ന പിശാചിനെ നിൻ മരണത്താലെ നീക്കി നിത്യജീവൻ ഞങ്ങളുടെ ഉള്ളിൽ നൽകിയതിനായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. മരണാധികാരിയായിരുന്ന പിശാചിനെ അങ്ങയുടെ മരണത്താൽ നീക്കി നിത്യമരണത്തിലായിരുന്ന ഞങ്ങളെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയ അങ്ങയുടെ കരുണയും കൃപയോ ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം, അവന്റെ നാമത്തെ ഒന്ന് വാഴ്ത്തും. അവൻ അതിന് യോഗ്യനായ ദൈവമാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് വാഴ്ത്താം. Hallelujah, hallelujah. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ,
എന്നെ തീർത്തിടാമോ അവൻ ചെയ്തതേ. വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവ് പോരായേ. എന്നെ തീർത്തിടാം അവൻ ചെയ്തതേ. ആയിരമാ സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമാ സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ഓ പാപശാപരോഗമായതെന്റെ ഭീതിയാ. നാശകത്വത്തിൽ പതിക്കും നേരത്തിൽ. പാപശാപരോഗമായതെന്റെ ഭീതിയാ. നാശകത്വത്തിൽ പതിക്കും നേരത്തിൽ. സ്നേഹഹസ്തം നീട്ടി എന്നെ എന്നും തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടി എന്നെ എന്നും തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ഓ ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. ഓ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ആമേൻ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. പാപമില്ല ശുദ്ധനായിതാ വരുന്നേ. പാപികളെ ഹല്ലേലൂയ. പാപമില്ല ശുദ്ധനായിതാ വരുന്നേ. വരവിൻ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. അവിടുത്തെ വരവ് നമ്മുടെ കാതുകളിൽ കേൾക്കാമല്ലോ. അവിടുത്തെ വാതിൽക്കൽ നിൽക്കുന്നു. ഹല്ലേലൂയ. വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടമേ. വാഴ്ത്തി സ്തുതിക്കും. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. അല്ലൽ തിങ്ങും ജീവിതം ഞാൻ വസിച്ചപ്പോ വല്ലഭാവിൻ സ്നേഹമെന്നിൽ ഊട്ടിയല്ലോ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ വല്ലഭാവിൻ സ്നേഹമെന്നിൽ ഊട്ടിയല്ലോ. ജയഗീതം പാടിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ആമേൻ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്ത ഈശനെ. ഓ വാഴ്ത്തി സ്തുതിക്കുമെന്നും വാഴ്ത്തി ഞാൻ സ്തുതിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക.
ഹല്ലേലൂയ. മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാമം പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായിരമായി ഞാൻ സ്തുതിക്കുന്നേ, എന്റെ ആനന്ദ ഹസ്തങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ. അവൻ യോഗ്യൻ, അവൻ യോഗ്യൻ, അവൻ യോഗ്യൻ, അവൻ സ്തുതിക്കുവാൻ യോഗ്യനായ ദൈവം. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. പാപശാപരോഗമായതെന്റെ ഭീതിയാൽ നാശകർത്തത്തിലേക്ക് ഞാൻ പതിക്കുമ്പോൾ സ്നേഹഹസ്തം നീട്ടി എന്റെ കുഴിയിൽ നിന്ന് എന്നെ വിടുവിച്ച, ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തിയ, എന്റെ ഗമനത്തെ സ്ഥിരമാക്കിയ, വായിൽ പുതിയൊരു പാട്ട് തന്ന എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും, എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ നാമത്തെ തുടർന്ന് നമുക്ക് സ്തുതിക്കാം. അവരുടെ യോഗ്യനാണ്, അതിനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്തുതികളോടെ സ്തോത്രങ്ങളോടെ കർത്താവിന്റെ സന്നിധിയിൽ തുടർന്നുമായിരിക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷാനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ചുരുക്കമായി നിങ്ങൾ സാമച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഹായിക്കണം. യെസ് ലോർഡ്. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയോടത്തിനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും വന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നും ദൈവസന്നിധി നമുക്ക് സ്തോത്രത്തോടെ സ്തുതികളെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. Now is the time for the dear children to come forward and say their memorial verses. Hallelujah. Deuteronomy 31 verse 6. Be strong and courageous. Do not be afraid or terrified because of them, for the Lord your God is with you. He will never leave you nor forsake you. Your word is a lamp for my feet, a light on my path. Psalm 119 verse 105. Romans 4 verse 15. For everything that is written in the past was written to teach us, so that through endurance and encouragement of the scripture, we might have hope. Proverbs 1 verse 7. The fear of the Lord is the beginning of knowledge, but the fools despise wisdom and discipline. Genesis 12 verse 1 and 2. Then the Lord said to Abraham, leave your country, your people, and your father's household, and go to the land I show you. I will make you into
very great nation, and I will bless you. I will make your name great, and you will be a blessing. For the wages of sin is death, but the free gift of God is eternal life through Christ Jesus our Lord. Romans 6, verse 23. Deuteronomy 31, verse 6. Be strong and courageous. Do not be afraid or terrified because of them. For the Lord your God goes with you. He will not leave you nor forsake you. Whoever comes to the Lord must believe that he is, and that he is the rewarder of those who diligently seek him. Hebrews 6, verse 11. Romans chapter 8, verse 9. However, you are not of the flesh, but of the Spirit, if indeed the Spirit of God dwells in you. But, however, if the Spirit of God does not dwell in For everyone who has more will be given, and he will have abundance. But to him who doesn't have, even what he has will be taken away from him. Matthew 25:29. Amen. സ്തോത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഷെറിൻ ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറ മധ്യത്തിൽ കർത്താവിൻ്റെ അനന്യ മക്കളായി, അവനെ സ്നേഹിക്കുന്നവരായി, ഹല്ലേലൂയ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി, ഹല്ലേലൂയ, ധൈര്യത്തോടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ കർത്താവ് ഇടവരുത്തേണ്ടതിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അവരുടെ പഠനകാര്യങ്ങൾ കർത്താവ് കൂടിയിരിക്കട്ടെ, ശാരീരികമായി ബലപ്പെടുത്തട്ടെ, വളർച്ചയുടെ ഓരോ സ്റ്റേജിനും ദൈവകൃപ അനുഭവിപ്പാനിടയാകട്ടെ. ദൈവനാമത്തിനും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ആമേൻ ഭവനത്തിനും ദൈവസഭയ്ക്കും ചുറ്റുപാടുകൾക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ. ഷൺവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. Yes, Lord. സ്തോത്രം, 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 സ്തോത്രം. Yes, Lord. സ്തോത്രം. Yes, Lord. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise you, Lord. Praise you, Lord. Praise you, Lord. Praise you, Lord. Yes, Lord. Hallelujah. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയിടത്തിനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനയിടത്തിനായ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ജസ്റ്റിൻ ഡാനിയലേയും ഡാളസിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് കടന്നു വരാഞ്ഞത്. ദൈവം എന്ന് വെച്ചാൽ ഞാനും നാളെ രാവിലെ ഡാളസിലേക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വിഷയം തുടങ്ങിയത് അത് തീർക്കുവാൻ കഴിഞ്ഞില്ല. നമ്മോട് ഓരോരുത്തരോടുമുള്ള ദൈവാലോചനയാണ് അതെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഈ തിരുവഴുത്തിലെ എല്ലാ ആലോചനയും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് ഇത് ബൊഫെ പോലെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. നാം കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ച് തുടങ്ങിയ ആ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു, കർത്താവ് ആരാണ്
എന്നുള്ള ആ വെളിപ്പാട്. നമുക്ക് കൃപയാൽ ലഭിച്ച ആ വെളിപ്പാടിൽ നാം ഉറച്ചു നിൽക്കണം. ആ വെളിപ്പാടിൻ്റെ പൂർണ്ണതയിലേക്ക് നാം കടന്നു വരണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 3 ഭാഗങ്ങളായിട്ടായിരുന്നു ഈ ഭാഗം നമ്മൾ തിരിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചത്. 27 മുതൽ 30 വരെ റെവലേഷൻ ഓഫ് ഹൂ ജീസസ് ഈസ്, യേശു ആരാണെന്നുള്ള വെളിപ്പാട്. 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ റെവലേഷൻ ഓഫ് വാട്ട് ഹാസ് ഹി ബിക്കം, അവൻ നമുക്ക് വേണ്ടി എന്തായി തീർന്നു. അതാണ് സുവിശേഷത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാഗം മാത്രം മനസ്സിലാക്കിയ യഹൂദന്മാരുണ്ടായിരുന്നു. ഈവൻ ശിഷ്യന്മാർ പോലും ആദ്യത്തെ ഭാഗം മാത്രമാണ് മനസ്സിലാക്കിയത്. പിൽക്കാലത്ത് അവർ വെളിപ്പാടിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നു, അത് സത്യമാണ്. 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം എന്തായിത്തീരണമെന്നുള്ള വെളിപ്പാട്. അതാണ് ഈ ഭാഗം 27 മുതൽ 38 വരെയുള്ള ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു, ഈ തിരുവെഴുത്തുകളൊന്നും നാം തള്ളിക്കളയരുത്. ഡു നോട്ട് ഡിസ്പൈസ്. കാരണം നമ്മളിപ്പോൾ ഇത് വായിക്കുന്ന ഈ ഭാഗം, അവിടെയുള്ള യഹൂദ ജനം ഈ തിരുവെഴുത്തുകൾ തള്ളിക്കളഞ്ഞവരാ. വെളിപ്പാടിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്, എന്നിട്ടും അവർക്കത് വെളിപ്പെട്ടില്ല. ഈ വെളിപ്പാടിൻ്റെ ലിഖിത രൂപമാണ് തിരുവെഴുത്ത്. ഇത് തള്ളിക്കളയരുത്. ഇതാര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. ഇതിലെ ദൂത് എങ്ങനെയുണ്ടെന്നല്ല, ഇത് ആ ദൂത് തന്നെയാണോ പറയുന്നതെന്നുള്ള ആ വിഷയം. ഞാൻ ഇവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിച്ച ഹാബേലിൽ ദൈവം പ്രസാദിച്ചു എന്ന് എഴുതി വച്ചിരിക്കുന്നു. രണ്ടാമതൊരു വ്യക്തിയുണ്ട്, യാഗം അർപ്പിച്ചതാ, ഫുൾ എഫർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ദൈവത്തിന് പ്രസാദകരമായില്ല. ചേനയും കാച്ചലും എന്നുള്ളതല്ല വിഷയം. ആ വ്യക്തിയിൽ ദൈവം പ്രസാദിച്ചില്ലെന്ന് എഴുതി വെച്ചേക്കുന്നത്. God was not pleased in Cain and his offering. രണ്ടാമത് ഓഫറിങ് വരുന്നത്. നമ്മിൽ ദൈവം പ്രസാദിക്കണം. ഇനി മനുഷ്യന്മാർ ഇത് നോക്കുവാണെങ്കിൽ ഏതിനാ വൃത്തി, ഏതാ കാണാൻ ഭംഗി, പ്രസന്റേഷൻ ഏതാ? ഇന്ന് പ്രസന്റേഷൻ ആണല്ലോ പ്രശ്നം. പ്രസന്റേഷൻ ഏതാ, ഭംഗി ഏതാ? ഒരു സൈഡിൽ രക്തം, എന്നതാ ഇത്, ഒരു വൃത്തിയില്ലല്ലോ. മറു സൈഡിൽ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് സംഭവങ്ങൾ വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്താ പ്രസാദം, അതാ നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ല മനുഷ്യൻ എന്താ പ്രസാദം എന്നുള്ളതല്ല. ഈ ഭാഗത്ത് അത് പറയുന്നുണ്ട് കർത്താവ്. വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതാ. നിങ്ങളത് തള്ളിക്കളയരുത്, ഏറ്റെടുക്കണം. മനസ്സിലായില്ലെങ്കിൽ ദൈവാത്മാവോട് ചോദിക്കണം, ഇത് കറക്റ്റ് ആണോ? നിങ്ങൾ ദൈവാത്മാവില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും അത് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതുകൊണ്ട് പറയുക, ഇതൊരു പെർഫോമൻസ് അല്ല, ഇത് യോഗ്യതയുള്ളത് കൊണ്ട് നിൽക്കുകയല്ല. ഇവിടെ ദൈവം യോഗ്യതയുള്ളവനാക്കി തീർത്ത് നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഈ തിരുവെഴുത്ത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പ്ലീസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് താല്പര്യം. നോ, ഈ വചനത്തിൽ ഉള്ളത് മാത്രമേ പറയാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ തിരുവെഴുത്ത് തള്ളിക്കളയരുത്. ഒന്നാമത്തെ ഭാഗം നാം ചിന്തിച്ചത് എ റെവലേഷൻ അബൌട്ട് ഹൂ ജീസസ് ഈസ്. യേശുവിനെ കുറിച്ചുള്ള അറിവ് പലതാ നമ്മൾ ചിന്തിച്ചതാ. ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനാ, ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് അവർക്ക് വിശ്വസിക്കാം. യോഹന്നാൻ സ്നാപകൻ, അത് വലിയ വിശ്വാസമല്ലേ? പക്ഷെ അതല്ല കർത്താവ്, അതല്ല യേശു. രണ്ടാമത്തെ ഒരു ചിന്ത, ഹി മസ്റ്റ് ബി എലൈജ. ഏലിയാവിനെ ഉടലോടുകൂടെ കർത്താവ് എടുത്തു, ദൈവം വിളിച്ചു, അവൻ മടങ്ങി വന്നതാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതെന്താ ഇത് പറഞ്ഞെന്നറിയാമോ? ഈ പ്രവൃത്തി കണ്ടിട്ടാ പറയുന്നത്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യം, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഇതെല്ലാം കണ്ടിട്ട് പറയുക, ദിസ് മസ്റ്റ് ബി എലൈജ. കാരണം ഏലിയാവ് ഉയർപ്പിച്ചിട്ടില്ലേ? ഉയർപ്പിച്ചു. മൂന്നാമത് പറയുകയാണ്, യെരമ്യാവായിരിക്കും. അശിക്കയ്ക്ക് മുമ്പേ മുന്നോടിയായിട്ട് യെരമ്യ ഒരു ദൂതനെ അയക്കുമെന്നുള്ള വാഗ്ദത്തമുണ്ടല്ലോ. മലാക്കിയുടെ പ്രവചനം പുസ്തകം 3-4 അധ്യായങ്ങൾ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ തിരുവെഴുത്തിനെ കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ട്. വാഗ്ദത്തങ്ങൾ ലഭിച്ച ജനമാ. പക്ഷെ തിരുവെഴുത്തിന്റെ പൂർണ്ണതയായ ക്രിസ്തു അവരുടെ മുമ്പിൽ നിന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതൊരു സോറി സ്റ്റേറ്റ് ഓഫ് അഫെയറാ.
ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അത് കേട്ടോ. വിശ്വസിക്കുവാൻ തക്കവണ്ണം പാകത്തിന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയായ തിരുവെഴുത്ത് നിങ്ങളുടെ മുമ്പിൽ നൽകിയിരിക്കെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസാണ്. അത് ഡേഞ്ചറസാണ്. എത്രയോ പേർ ചുറ്റുപാടുകളിൽ വിശ്വസിക്കാതെ നടക്കുന്നു. ഇതിന് നടുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തു അനാദിയിലൂടെ ക്രിസ്തുവിലൂടെ നമ്മെ തെരഞ്ഞെടുത്തവരാണെന്ന് ഓർക്കണം. നമ്മുടെ കഴിവും മിടുക്കുമല്ല, അവിടുത്തെ കൃപയും കരുണയും മാത്രമാണ് നാം ദൈവമക്കളായി തീരുവാനുള്ള കാരണം. It's only by His grace, not by our works. By faith, by grace, by mercy. അവിടുത്തെ ദീർഘക്ഷമ, മഹാദയ, കരുണ, കൃപ, ഇതിന്റെ ഉപഭോക്താക്കളാണ് നാം. എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ഞാൻ വീണ്ടും വീണ്ടും ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് ചെയ്തത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചായി 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുക, വെളിച്ചമുള്ളപ്പോൾ ആ വെളിച്ചത്തെ നിങ്ങൾ തള്ളിക്കളയാതെ നിങ്ങൾ വെളിച്ചത്തിന് മക്കളായി മാറണം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിന് യേശു ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇരുൾ നിങ്ങൾ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ല. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളപ്പോൾ വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ. ഏതായി വെളിച്ചം? ഞാൻ തന്നെ വെളിച്ചം. ഐ ആം ദ ലൈറ്റ്. ഐ ആം ദ ലൈറ്റ്. ആ ലൈറ്റിന്റെ ലിഖിത രൂപമാണ് തിരുവെഴുത്ത്. ഇത് ദൈവഹൃദയത്തിന്റെ വെളിപ്പാടാണ്. ദിസ് ഈസ് ദ ലൈറ്റ്. ഈ വെളിച്ചം സുലഭമായി ഉള്ളപ്പോൾ ഈ വെളിച്ചത്തിന് മക്കളാകുക, അത് വിശ്വസിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? 37-ാമത്തെ വാക്യം അത് ഹൈലൈറ്റ് ചെയ്യണം. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. He went away and hid himself from them. ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്ത ബെത്സൈദയെ യേശു എന്താ പറഞ്ഞറിയോ? ഈ അത്ഭുതം സോരിനും സീതോരിനും നടന്നായിരുന്നെങ്കിൽ അവർ രട്ടെടുത്ത് വെണ്ണീറിൽ നിന്ന് മാനസാന്തരപ്പെട്ടേനെ. ഹല്ലേലൂയ. യേശു വിട്ടുമറിഞ്ഞതൊരു അടയാളം. There is no more sign now. ഇത്രയും നാളും അടയാളം ചെയ്തു, ഇത്രയും നാളും അത്ഭുതം ചെയ്തു, ഇത്രയും നാളും മെസ്സേജ് പറഞ്ഞു, ഇനി നോ മോർ സൈൻ. ദിസ് ഈസ് ദ ലാസ്റ്റ് സൈൻ. നമ്മൾ നോക്കുമ്പോൾ കുരുടനെ അവസാനമായി സൗഖ്യമാക്കിയതായിട്ട് കാണാം. ബട്ട് ദിസ് ഈസ് ദ ലാസ്റ്റ് സൈൻ. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളെ ദൈവം ഇസ്രായേലിന്റെ മുമ്പിൽ ഒരു ചിത്രമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. എസെക്കേലിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. എസെക്കേലിനോട് പറയാം, നീ ഇത്ര ദിവസം ചരിഞ്ഞു കിടക്കണം. ചരിഞ്ഞു കിടക്കണം, ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണം. നീ ഇത്ര അളവിൽ ഭക്ഷണം കഴിക്കണം, ഇത്ര അളവിൽ നീ വെള്ളം കുടിക്കണം. നിന്റെ മുടി കത്തിരിച്ചിട്ട് ആ മുടി അടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നീ കാണിക്കണം. അതിൽ പകുതി മുടി നീ കത്തിച്ച് കളയണം. എന്താ ഇത് കാണിക്കുന്ന അറിയാമോ? വരുവാൻ പോയ ന്യായവിധിയെ കുറിച്ചുള്ള ഇല്ലസ്ട്രേഷനാ. ഇത്രയും നാളും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും ഒരു കൂട്ടം ജനം അവിശ്വസിക്കാതെ അവർ അതും ഇതും പറയുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ വിട്ടുമറിഞ്ഞു. There is no more light. There is no more messages. There is no more miracles. You have had light. You have had messages. You have had enough time and opportunities, but still you are rebellious. Still you are rebellious. വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് 25, 30, 40 വർഷമായിട്ട് ഇപ്പോഴും പഴയതിനോടുള്ള പിടുത്തമാണ് നമുക്കുണ്ടെങ്കിൽ നാം എവിടെയാ രൂപാന്തരപ്പെട്ടത്? ഈ സുവിശേഷം കേട്ടതിന്റെ അർത്ഥം എന്നാ? യേശുവിലൂടെ ദൈവമക്കളായി തീർന്നിട്ടും ഇത്രയും നാളും നമുക്കൊരു മെച്യൂരിറ്റിയിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോഴും നാം കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക ശിശുക്കളാണെങ്കിൽ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ തോട്ടത്തിന് വേണ്ടി ഇനി എന്താ ചെയ്യാനുള്ളത്? അതിന്റെ കല്ല് പറക്കി കളഞ്ഞു, അതിന് വളമിട്ടു, അതിന് വേലി കെട്ടി, ചക്ക് കുഴിച്ചിട്ടു. നല്ല മുന്തിരിങ്ങയാ നട്ടത്, പക്ഷേ കായ്ച്ചപ്പോഴോ കാട്ടുമുന്തിരിങ്ങ. അങ്ങനെ ദൈവം നമ്മെ നോക്കി പറയുവാൻ ഇടവരരുത്.
We have had opportunities. We have had freedom. ഇപ്പോഴും ജയിലിൽ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഇങ്ങനെ ഒന്ന് കൂടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ച ഈ ഭാഗ്യ പദവി നാം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇവിടെ കണ്ടക്ഷോഭം ചെയ്തിട്ട് നാം ശരീരം ക്ഷീണിക്കുന്നു, നമ്മുടെ സമയം പാഴാക്കുന്നു എന്നല്ലാതെ അതിനകത്ത് വേറെ ഒരു പ്രയോജനവുമില്ല. ദൈവമക്കളെ, സ്നേഹത്തോടും വേദനയോടും കൂടിയാണ് ഇത് വിളിച്ചു പറയുന്നത്. കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ അത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അത് അധികം ശ്രദ്ധയോടെ കരുതുക ആവശ്യമാണ്. എബ്രായ ലേഖനത്തിന്റെ 2ാമത്തെ വാണിംഗ് ആയിട്ട് നാം കഴിഞ്ഞ ബുധനാഴ്ച നാം ധ്യാനിച്ചൊരു വിഷയമുണ്ട്. ഹൃദയകാഠിന്യം നിമിത്തം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവ് അവരെ വിട്ടു മറന്നിട്ട് പറയുക, there is no more light, there is no more miracles, no more messages, no more sign. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം എന്താ ആഗ്രഹിക്കുന്നത്? സ്തോത്രം. അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. 2 കൊരിന്ത്യൻസിൽ എഴുതിയിട്ടുണ്ട്. കാരണം അറിയാം, അവർക്ക് ഒരു മൂടുപടമുണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നത്. ഹൃദയകാഠിന്യത്തിൻ്റെ മൂടുപടം. ആ മൂടുപടം നീങ്ങണമെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിയണം. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞാൽ ആ മൂടുപടം മാറും. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മാറുവാൻ ആണ് അതിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ സ്ഥാപനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടത്തപ്പെടുന്ന മെസ്സേജസ് നമുക്ക് കിട്ടുന്നത്. വേറെ ഒരു സ്ഥാപനം ദൈവം ഒരുക്കി വെച്ചിട്ടില്ല. ഈവൻ ഇൻഡിവിജ്വൽ മിനിസ്ട്രീസ് പോലും സഭയ്ക്ക് പകരമല്ല. ദൈവസഭ എന്ന പ്രസ്ഥാനമാണ് ദൈവം, ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നുള്ളൂ. അത് ദൈവസഭയാണ്, ഒരേ ഒരു മിനിസ്ട്രി. ബാക്കിയെല്ലാം പോഷകങ്ങളാണെന്ന് നമ്മൾ മനുഷ്യർ പറയുന്നതാണ്. There is only one institution that God established in this world, and that is the church. And the church of the living God, ദൈവസഭ. അതിനുവേണ്ടിയാണ് യേശു തന്റെ രക്തം മുടക്കിയത്. ആ രക്തത്താലാണ് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പുണ്യാഹ രക്തമാണ്. Precious blood. ഹല്ലേലൂയ. 2ാമത്തെ ഭാഗത്തേക്ക് നാം വന്നു. എന്താണെന്നറിയാമോ? ഈവൻ ദോ ദേ മിസ് ദ മെസ്സേജ്, അവർ മെസ്സേജ് മിസ് ചെയ്തു. ആരാ? ഇസ്രായേൽ മക്കൾ. യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, ആട്ടെ നിങ്ങൾ ആരെന്നാ എന്നെക്കുറിച്ച് പറയുന്നത്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നല്ല വെളിപ്പാടല്ലേ? കറക്റ്റ് വെളിപ്പാടല്ലേ? കറക്റ്റ് വെളിപ്പാട്. യു ആർ ദ സൺ ഓഫ് ഗാഡ്. മനുഷ്യനായി കാണപ്പെട്ടവനെ അങ്ങനെ വിളിക്കണമെങ്കിൽ അത് കർത്താവ് പറയാ, ഇത് നീ പഠിച്ചു കിട്ടിയതല്ലിത്, ഇതൊരു വെളിപ്പാടാ. ഇതൊരു വെളിപ്പാടാ. This is a revelation. Hallelujah. പക്ഷെ അതിനകത്ത് വിഷയം ഇതാണ്, that's not the complete revelation. കാരണം മശിഹയെക്കുറിച്ചുള്ള ചിത്രം ഇവർക്കുണ്ട്. മശിഹ വാഴുന്നവനാ, മശിഹ രാജാവാ, ഞങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തും. ഈ ഭൗതിക ലോകത്ത് ഒരു രാജ്യമുണ്ട്. ഇതാ അവരുടെ പിക്ചർ. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ദൈവം ചെയ്യാത്തപ്പോൾ നാം ദൈവത്തെ തള്ളിപ്പറയുമോ? നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ നാം പുറപുറുക്കുന്നുണ്ടോ? കർത്താവിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അവൻ വരുമ്പോൾ രാജ്യം സ്ഥാപിക്കും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഈ ഭൂമിയിൽ തന്നെ. പക്ഷെ കർത്താവ് വന്നപ്പോൾ 31-ാം കർത്താവിന് മുമ്പേ പറയുകയാണ്, നിങ്ങൾ ഇതാരോടും പറയരുത്. വായ്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് മരണം സംഭവിച്ചാലോ എന്ന് വിചാരിച്ചാണോ? നോ, അങ്ങനൊന്നും നടക്കത്തില്ല. പിതാവ് നിശ്ചയിച്ച ആ സെക്കൻഡിലേ മരണം നടക്കുകയുള്ളൂ. ആ സെക്കൻഡ് തെറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ കേട്ടോ, പിതാവ് നിശ്ചയിച്ച ആ സെക്കൻഡിലാണ് ഓരോ കാര്യം നടക്കുന്നത്. മനുഷ്യനല്ല നമ്മുടെ ഭാവി കരുതുന്നത്, മനുഷ്യനല്ല നമ്മുടെ ഒരു കാര്യവും കരുതുന്നത്. ആ സെക്കൻഡിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പിതാവ് നിശ്ചയിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. മനുഷ്യനല്ല ഒന്നും ചെയ്യുന്നത്. മനുഷ്യൻ പ്ലാൻ ചെയ്യുമ്പോൾ പുള്ളി അവർ വിചാരിക്കും, അയ്യോ ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്ത്. നോ, പിതാവിൻ്റെ ഇഷ്ടമാണ് നിവർത്തിക്കുന്നത്.
ദൈവ ഇഷ്ടമാണ് നിവർത്തിക്കുന്നേ. അവിടുന്ന് അത്ര പരമാധികാരിയാ ദൈവമാ, യാതൊരു സംശയം വേണ്ട. ചിലത് മനുഷ്യൻ ആലോചിച്ച് അവൻ്റെ സമയം കളയുന്നതെന്നല്ലാതെ ദൈവഹിതമാ. ഞാൻ ഈ യുദ്ധത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെയാ പറയുന്നത്. ദൈവം ആത്യന്തികമായി അവൻ്റെ ഹിതം നിവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിൻ്റെ നടുവിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. ഇന്നസെൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ രക്ഷിക്കണമേ നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ ഹിതം നിവർത്തിക്കണേ. അതല്ലേ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? നിന്റെ ഇഷ്ടം നീ സ്വർഗത്തിൽ എപ്രകാരമാണ് നിവർത്തിക്കുന്നത്, അതുപോലെ ഈ ഭൂമിയിലും നിവർത്തിക്കണമേ, എൻ്റെ ജീവിതത്തിലും നിവർത്തിക്കണമേ. ഈ സെക്കൻഡ് പാർട്ടുണ്ട്, അതുകൂടെ വന്നാലേ ഗോസ്പൽ പൂർണ്ണമാകത്തുള്ളൂ. Just pronouncing that Jesus is the Messiah is not the full message, because it is missing the gospel. It is missing the gospel. What is the gospel? What is the full message? 31ാമത്തെ വാക്യം വായിച്ച്. ഉപദേശിച്ചു തുടങ്ങി. അവരെ ടീച്ച് ചെയ്യുന്ന എന്തുവാ? മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും, the son of man must suffer many things. ഇതാർക്കാ കേൾക്കണ്ടേ? ഇവിടെ മനുഷ്യയാണെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പറയുക പലതും സഹിക്കണമെന്ന്. മാത്രമല്ല, മൂപ്പന്മാർ തള്ളിക്കളയും, മഹാപുരോഹിതന്മാർ തള്ളിക്കളയും, ശാസ്ത്രിമാർ തള്ളിക്കളയും. തള്ളിക്കളയുക മാത്രമല്ല, കൊല്ലപ്പെടും. ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നേ? 3-ാം നാൾ ഉയർത്തി നിൽക്കും വേണമെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ജീസസ് always taught his disciples. More than the preaching, he taught them. And to the crowd, he preached. കാരണം ഇവർക്കാണ് സ്വർഗരാജ്യത്തിന്റെ മർമ്മം വിശദമാക്കി കൊടുക്കേണ്ടത്. ഇവർക്കാണ് സുവിശേഷത്തിന്റെ വക്താക്കളായി ആക്കി വെച്ചിരിക്കുന്നത്, പൊതുജനമല്ല. ഇവരോടത് വിശദമാക്കി കൊടുക്കും. നമുക്കറിയാമല്ലോ, പാരബിൾ ഒക്കെ പറയുമ്പോൾ ഇവർക്കിതൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് കർത്താവ് അവരെ വീണ്ടും അത് വിശദമാക്കുന്നുണ്ട്. വിതയ്ക്കുവാൻ പോകുന്ന ഉടമകൾ കർത്താവ് പൊതുവിൽ പറഞ്ഞിട്ട് ഇവരോട് പറയുക, നിങ്ങൾക്ക് മനസ്സിലായോ എങ്കിൽ ഇങ്ങനെ ആണെന്ന് പറഞ്ഞ് അടുത്ത പാസേജിൽ തന്നെ അത് വിശദമാക്കി കൊടുക്കുന്നുണ്ട്. Because these are the ones that Jesus have chosen as apostles. അയക്കപ്പെട്ടവരായിട്ട് തിരഞ്ഞെടുത്തത് ഇവരാ. ഇത് കേട്ടു. എന്ത് കേട്ടു? അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്താ? ഞാൻ മരിക്കാൻ പോവാ, റൈറ്റ്? ഞാൻ പലതും സഹിക്കും, എന്നെ ഇവരെ തള്ളിക്കളയും. ആര്? മഹാപുരോഹിതന്മാരെ, മൂപ്പന്മാരെ, ശാസ്ത്രിമാര്. തള്ളിക്കളയുക മാത്രമല്ല, എന്നെ അവർ കൊല്ലും. കൊല്ലുക മാത്രമല്ല, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇതാണ് സുവിശേഷം. ഇതില്ലാതെ യേശു അത്ഭുതം ചെയ്തു, ഇഞ്ഞു പോരെ, സുവിശേഷമല്ല. കാരണം യേശു ചെയ്തില്ലേ, മശികയല്ലേ, അത്ഭുതം ചെയ്തില്ലേ, മരിച്ചവരെ ഉറപ്പിച്ചില്ലേ, ലാസറിനെ ഉറപ്പിച്ചില്ലേ, നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചില്ലേ. അത് സത്യമാണ്. But that's not the gospel. This has to be included in it. And this is the gospel. ഇതാണ് സുവിശേഷം. കർത്താവോടാ പറഞ്ഞ, ഇത് മാത്രം പറഞ്ഞോണ്ട് പോകരുത്. വെയിറ്റ്. ഹല്ലേലൂയ. നാം ഏത് സുവിശേഷം പറയുന്നേ? നാം സുവിശേഷം പറയാൻ പോയവരും തിരിച്ചു വന്നവരും ഒക്കെ ആണല്ലോ. ഏത് സുവിശേഷം പറഞ്ഞേ? മാൻ പ്ലീസിങ്, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള, മാൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള, സെൽഫ് ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്ന, വന്നാൽ മതി, ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും, വിശാലത വരുത്തും, ഉയർച്ച വരുത്തും. ഇതെനിക്ക് പരിചയമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. Once I was like that. But God has changed me. God has shown the light. ദൈവം എന്നെ വെളിച്ചം കാണിച്ചു, സുവിശേഷത്തിൻ്റെ. That's the other gospel. മറ്റൊരു സുവിശേഷമാണ്. എന്താ യേശു നമുക്ക് വേണ്ടി ആയി മാറിയത്? യേശു എന്താ നമുക്ക് വേണ്ടി ആയി മാറിയത്? He became a son of man. മനുഷ്യപുത്രനായി മാറി. അവൻ നമുക്ക് വേണ്ടി കുഞ്ഞാടായി മാറി.
പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട്. അവൻ നമുക്ക് വേണ്ടി അനുസരണമുള്ള ഒരു 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 അടിമയായി മാറി, ഒരു സെർവന്റായി മാറി. അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി മാറി. അത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാ. അവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. പാപമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മുടെ ഹൃദയത്തെ അത് തട്ടുന്നുണ്ടോ? പരിശുദ്ധനായവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. മാത്രമല്ല, മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന ആ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ യേശു എനിക്ക് വേണ്ടി ശാപമായി. He became a curse for me. എന്നെ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി. മാത്രമല്ല, സകലനാമത്തെക്കാളും മേലായ നാമം അവന് കൊടുത്ത് അവൻ he became exalted Lord, ഉയർത്തപ്പെട്ട കർത്താവായി അവൻ മാറി. Jesus' death was divinely ordained. അബദ്ധമല്ലത് കേട്ടോ, ആരും ഓടിച്ചിട്ട് പിടിച്ചതല്ല, യഹൂദന്മാരുടെ പ്ലാൻ അല്ലത്. It was divinely ordained. മൂപ്പന്മാരല്ല, കയ്യപ്പവല്ല, പീലാത്തോസ് അല്ല, ഹന്നാവല്ല, പരീശന്മാരല്ല, യഹൂദന്മാരല്ല യേശുവിനെ കൊന്നത്, റോമാക്കാരുമല്ല. It was divinely ordained. എന്തിനാ? അത് ഓർക്കുന്നുണ്ടോ? എന്തിനാ? എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എന്നല്ല, എനിക്ക് വേണ്ടി. ഒരു വേള എൻ്റെ പാപം അവിടുത്തെ ചുമലിൽ ചുമത്തിയപ്പോൾ പിതാവ് മുഖം മറച്ചു. പാപം കാണുവാൻ സാധിക്കാത്ത പരിശുദ്ധനായവൻ എൻ്റെ പാപം അവൻ്റെ തോളിന്മേലേറ്റു. എൻ്റെ പാപം ചുവന്നുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിടരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ പാപരോഗത്തിന് മനുഷ്യൻ ദൈവമായിട്ട് അകന്നു നിൽക്കുന്നവൻ, ശത്രുതയിലായിരിക്കുന്നവൻ, ഒരിക്കലും ദൈവവുമായി സ്വയപ്രയത്നം കൊണ്ട് ബന്ധിക്കുവാൻ കഴിയാത്തവൻ, എൻ്റെ കർത്താവിൻ്റെ നീതി എനിക്ക് കണക്കിട്ടപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ അറച്ചും വിറച്ചും മനുഷ്യ മധ്യസ്ഥന്മാരുടെ നടുവിലൂടെ അല്ല ഞാൻ വരുന്നത്. ഞാൻ നേരിട്ടാണ് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ വിളിക്കുന്നത് എൻ്റെ അപ്പ എന്നാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് ഒരിക്കൽ പോലും വിളിക്കുവാൻ അവർ തുനിയാത്ത പദമാണ് പിതാവേ എന്ന്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം കുറവുള്ളവരാണെങ്കിലും, കുറ്റമുള്ളവരാണെങ്കിലും, അപൂർണതയിലാണ് ജീവിക്കുന്നതെങ്കിലും, ബലഹീനതയുള്ളവരാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയല്ലോ. That is because of the propitiation. അവന്റെ പ്രായശ്ചിത്ത യാഗം. അവൻ എനിക്ക് വേണ്ടി പകരക്കാരനായതുകൊണ്ടാ. Not because of my righteousness. എൻ്റെ നീതി കാരണമല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 11:33 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയമാണ്, അവൻ്റെ വഴികൾ എത്ര അഗോചരമാണ്. 118 സംഘത്തെ 23 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുക, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ വെളിപ്പാട്ടിൽ നാം ഉറച്ചു നിൽക്കുന്നുണ്ടോ? Why Jesus has to die on the cross? എന്തുകൊണ്ടാണ്? To satisfy divine justice. പരിശുദ്ധനായവൻ്റെ നീതി നിവർത്തിക്കണം. ആ ജഡ്ജ്മെന്റ്, എൻ്റെ മേലുള്ള ജഡ്ജ്മെന്റ് എൻ്റെ രക്ഷകൻ്റെ മേലായി. To demonstrate God's love. ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിക്കപ്പെടുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, എനിക്ക് വേണ്ടി മറുവിലയായി തീരുവാൻ. To redeem and ransom. To reconcile എന്ന് പറഞ്ഞാൽ എന്നെ ദൈവവുമായിട്ട് യഥാസ്ഥാപനത്തിലാക്കുവാൻ. To defeat death and Satan. പിശാചിനെയും പാപത്തെയും മരണത്തെയും തോൽപ്പിക്കുവാൻ. സ്തോത്രം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കുവാനല്ല, ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി. ഇതാണ് തുടർന്നുള്ള പല ഭാഗങ്ങളിൽ യേശു അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 8-ാം അധ്യായം, ഈ 16 അധ്യായങ്ങളുള്ള മർക്കോസിൻ്റെ ഒരു പിനക്കളാണ്. ഇതുവരെയുള്ളത് ഇവിടേക്കും, ഇവിടെ നിന്നാണ് തുടർന്നുള്ളത്. കർത്താവ് തുടർച്ചയായി അവരെ പഠിപ്പിച്ചു, ഞാൻ കൊല്ലപ്പെടാൻ പോകുക, എന്നെ അവർ റിജക്റ്റ് ചെയ്യും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും.
ഈ സഫർ മെനി തിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഫറിങ് ഏതാണെന്ന് അറിയാമോ? കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനെന്ന് പറയാം. അത് ചിന്തിച്ച് നോക്കിയാൽ മതി. പക്ഷെ നമ്മളെ ഒരാൾ കുറ്റക്കാരനാക്കിയാലും നമുക്ക് ആ കുറ്റമില്ലെങ്കിലും വേറെ കുറ്റങ്ങളില്ലേ? അപ്പം നമുക്കധികം വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കർത്താവോ, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, അത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. വൺ ഓഫ് ദ ഏറ്റവും വലിയ സഫറിങ് ശരീരത്തിൻ്റെ സഫറിങ് അല്ല, മനസ്സിൻ്റെ സഫറിങ്ങാണ്. ഹല്ലേലൂയ. പാപമില്ലാത്തവനെ നീ കുറ്റക്കാരനാണെന്ന് പറയാൻ തക്കണം അവരൊരു ഫേക്ക് മോക്ക് ട്രയൽ ഉണ്ടാക്കി. ഇവർ ഹന്നാവും കയ്യാഫാസും പിലാത്തോസും ഹെരോദും 4 കോടതിയാണേ. ഒരുത്തൻ പറഞ്ഞു എനിക്കറിയില്ല, അവൻ അങ്ങോട്ട് തിരിച്ചു വിട്ടു, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വിട്ടു. ഈ ഹെരോദാവ് ഒരു അങ്കി ധരിച്ച് അങ്ങോട്ട് വിട്ടു. കാരണം ഒരുത്തനും കർത്താവിൽ കുറ്റം കാണാൻ കഴിയുന്നില്ല. എന്തിനാ ഈ ഓട്ടം? ഈ സഫർ മെനി തിങ്സ്. ഹല്ലേലൂയ. ദൈവമായിരുന്നവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി മനുഷ്യ വേഷത്തിലായി. ഈ സഫർ മെനി തിങ്സ്. നാം കർത്തൃമേശ്വരം എടുക്കുമ്പോൾ ഇതൊക്കെയാ ഓർക്കേണ്ടത് കേട്ടോ. അല്ലാതെ എനിക്കെന്തോ ഇതിനകത്തുനിന്ന് കിട്ടുമെന്നല്ല. സോ ഡേഞ്ചറസ് ആ ചിന്ത അല്ലേ? കർത്തൃമേശയുടെ നടുവിൽ പോലും എനിക്കെന്നാ കിട്ടുമെന്നാ ചിന്തിക്കുന്നതെങ്കിൽ അയ്യോ, നമ്മുടെ മനസ്സിന്റെ ആ കഠിനത നോക്കിക്കേ. He suffered many things. അവൻ നമുക്ക് വേണ്ടി പലതും സഹിച്ചു. അതിൽ ഏറ്റവും വലിയ സഹനമാണ് ഒരു മോക്ക് ട്രയൽ. കൊണ്ട് നിർത്തിയേക്കുക. കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. 3 നാൾ കൊണ്ട് ഇവൻ പിന്നെ ആ മന്ദിരം പൊളിക്കുമെന്ന് പറഞ്ഞു. ആ കൈസർക്ക് ആകാരം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഒന്നും അങ്ങോട്ട് ചേരുന്നില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ദൈവം, അതാ രസം, മനുഷ്യൻ്റെ ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. ഞങ്ങൾ അവനെ വിധിച്ചു വന്നെന്ന് പറയാമായിരുന്നു. ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഒന്ന് കുറ്റമില്ലാത്തവനാ. പക്ഷെ അൾട്ടിമേറ്റ്ലി അവർ കൊല്ലാൻ കാര്യം എന്താ? അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. ചിത്രം കണ്ടോ? ഇറ്റ് ഈസ് ഡിവൈൻ പ്ലാൻ. യേശുവിൻ്റെ മരണം യാദൃച്ഛികമല്ല, അത് എനിക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് മസ്റ്റ് ബി റിജക്റ്റഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അന്വേഷിച്ചിട്ട് അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കുന്ന ഒരു വാക്ക് അവിടെ എഴുതി വച്ചിരിക്കുന്നത് റിജക്റ്റഡ്. നമ്മളെങ്ങനെ ഒരു കാര്യം റിജക്റ്റ് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ പിന്നെ ഗ്രോസറി സ്റ്റോറിൽ പോകുമ്പോൾ തക്കാളി എടുക്കത്തില്ലേ? നമ്മളങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാം അവിടെ നിൽക്കുന്ന തക്കാളിയിലുണ്ട്. കാരണം എല്ലാത്തിലും എടുത്ത് നോക്കുക. അത് പഴുക്കാത്തേ പോലെ നമ്മൾ പഴുപ്പിക്കും. എന്താ? നമ്മൾ എക്സാമിൻ ചെയ്യുക. ഒരു 10 രൂപയുടെ കാര്യത്തിനായി ഇത്ര ഞെക്ക് അല്ലേ? $10 കൂടുതൽ തക്കാളിക്ക് പോകും. പക്ഷെ നമ്മൾ നല്ലതായിട്ട് എക്സാമിൻ ചെയ്യും. ഇവരതുപോലെ എക്സാമിൻ ചെയ്തു. പക്ഷെ ഒന്നുമില്ല, കണ്ടുപിടിക്കാനൊന്നുമില്ല. ഇതൊരു പിക്ചർ, ഒരു ഫസാദ് ഉണ്ടാക്കി, മോക്ക് ട്രയൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു he must be rejected and crucified. ആർക്കു വേണ്ടി? പാപമില്ലാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് എനിക്ക് വേണ്ടി അവനെ പാപമാക്കി. എനിക്ക് വേണ്ടി അവനെ പാപമാക്കി. He must suffer many things. And then 32ാമത്തെ വാക്യത്തിൽ he started saying this very plainly എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മനുഷ്യപുത്രൻ സഹിക്കണം, മനുഷ്യപുത്രനെ കൊല്ലും, മനുഷ്യപുത്രൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. എന്തിനാ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നത്? അതുവരെ പാരബിളിലാണ് പറഞ്ഞല്ലേ. ഇത് കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. തുറന്ന് പറഞ്ഞു. ഒന്ന് വായിച്ചേ. തുറന്ന് പറഞ്ഞു. ഈ തുറന്ന് പറയുമ്പോൾ പ്രതികരണമുണ്ട് അല്ലേ? പാരബിളിലായി ഇങ്ങനെ വളഞ്ഞും വളഞ്ഞും വഴുകപ്പരുവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, മനസ്സിലായില്ലെന്നെങ്കിൽ പറയാമല്ലോ. പക്ഷേ ഇത് കാര്യം ക്ലിയർ പറഞ്ഞു. അപ്പോൾ പ്രതികരണമായി.
എന്താ പ്രതികരണം? മൂത്ത ഒരാൾ അവിടെ നിൽപ്പുണ്ട്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനേക്കാൾ പ്രായത്തിൽ മൂത്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു യഹൂദ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്ന ആളാണ്. യഹൂദ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നവരോട് വാദിക്കാൻ ചെല്ലല്ലോ. കാരണം അവർക്കൊരു ചിത്രമുണ്ട്, മശിയെക്കുറിച്ചുള്ള ചിത്രം. They have a picture. And Peter must be saying in his heart, let me teach you how to handle this messiahship. ഈ മശിഹായത്വം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കാം. ഇങ്ങോട്ട് മാറ്റി നിർത്തി നിങ്ങൾ മത്തായി 16 വായിക്കണം, ലൂക്കോസ് 9 വായിക്കണം, മാർക്ക് 8 വായിക്കണം. മാർക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാര്യം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ക്ലിയർ അല്ല. 16 കാര്യം. മത്തായി he began to rebuke Jesus. ശാസിച്ചു. It is very dangerous for a man to play God. ഭയങ്കര ഡേഞ്ചറസ് പൊസിഷനാണ്. ദൈവം കളിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാനിനെതിരായപ്പോൾ പത്രോസ് നിൽക്കുന്നേ അല്ലേ? ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാനാണ് ലിജിയെ രക്ഷിക്കണമെന്ന്. പത്രോസ് പറയാ നോ. പത്രോസ് പറയാ അരുതേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ, അങ്ങനെ ഭവിക്കരുത് എന്ന് വായിച്ചേ. അരുതേ അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ. എന്താണെന്നറിയാമോ? ദേ അക്സെപ്റ്റഡ് ദ പേഴ്സൺ. ദർ ഇസ് നോ മോർ ക്വസ്റ്റ്യൻ അബൌട്ട് ദ പേഴ്സൺ. മനസ്സിലായി? ഇതാ മശിഹ. ബട്ട് ദേ റിജക്റ്റഡ് ദ പ്ലാൻ. പ്ലാൻ ഇഷ്ടമല്ല. They want the glory without the suffering. They want the crown without the suffering. അവർക്ക് ഉയർച്ച വേണം, പക്ഷേ അവർക്ക് സഫറിങ് വേണ്ട. That's man's plan. That is Satan's plan. God's plan is blessing, eternal life, but through suffering. നിത്യജീവൻ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവമായിട്ടുള്ള സമാധാന ബന്ധം, നിത്യമായ സന്തോഷം, സമാധാനം, but only through suffering. ഹല്ലേലൂയ. അതെന്താ പ്രിയമുള്ളവരെ ഈ സഫറിങ്ങിൻ്റെ ആവശ്യം വരുന്നേ? ഈ പാപം ദൈവം ക്ഷമിച്ചാൽ പോരെ? നടക്കില്ല. കാരണം എല്ലാ പാപവും നിത്യനായ ദൈവത്തിനെതിരായിട്ടുള്ള പാപം, അതിന് നിത്യമായ ശിക്ഷാവധിയുണ്ട്. ഇറ്റേണൽ ഡെത്താണ് ശിക്ഷാവിധി. അതുകൊണ്ട് ഇറ്റേണൽ ആയിട്ടുള്ള സണ്ണിന് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിനൊരു യാഗമൃഗം ആവശ്യമാണ്. ആ യാഗമൃഗം ഊനമില്ലാത്തതായിരിക്കണം. രക്തം ചൊരിയാതെ വിമോചനം ഇല്ല. Without the shedding of the blood, there is no forgiveness, there is no redemption. മനുഷ്യൻ്റെ പാപം നിത്യനായ ദൈവത്തിനെതിരായിട്ടുള്ള ലംഘനമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടായി, അവിടുന്ന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗമായി, അവിടുന്ന് നമുക്കായി പകരക്കാരനായി, അവിടുന്ന് നമുക്ക് വേണ്ടി ശാപമായി, അവിടുന്ന് നമുക്ക് വേണ്ടി പാപമായി. This is the plan. This is the eternal plan of God. പത്രോസ് പറയാ അത് പറ്റത്തില്ല. കർത്താവ് എന്താ പറഞ്ഞേ? Get behind me, Satan. അതിനകത്ത് ഒരു വേർഷൻ ഞാൻ കേട്ടത് പത്രോസിൻ്റെ പിന്നിൽ പിശാച് നിൽക്കുന്നു. നോ, he was talking directly to Peter. അതെന്താ കാര്യം എന്നറിയാമോ? ഒന്നാമത് നിത്യമായ പ്ലാനായത് ക്രൂശിൽ നിന്ന് വിലക്കുകയാണ് പീറ്റർ ചെയ്യുന്നത്. When you stand against God's plan, you are becoming an advocate of Satan. നിങ്ങൾ ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കുമ്പോൾ, ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കുന്ന അവൻ്റെ എതിരാളി എന്നാണ് അവൻ്റെ പേരല്ലേ, അഡ്വേഴ്സറി എന്നാ പിശാചിൻ്റെ മറ്റൊരു പേര്, അവൻ്റെ നിക് നെയിം അഡ്വേഴ്സറി, എതിരാളി. അപ്പൊ ദൈവിക പദ്ധതികളെ എതിർക്കുന്നവനാണ് പിശാച്. അങ്ങനെ ദൈവിക പദ്ധതികളെ എതിർക്കുമ്പോൾ യു ആർ ബിക്കമിങ് an advocate of Satan. ഒട്ടും കനിവ് കാണിക്കാതെ കർത്താവ് പറയുക, Satan,
ഗെറ്റ് ബാക്ക്, ഗെറ്റ് ബിഹൈൻഡ് മീ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന, മത്തായിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നീ എനിക്കൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. മൂലഭാഷ സ്കാൻഡലോൺ എന്നുള്ളൊരു പദമാണ്. അതിൻ്റെ അർത്ഥം സ്നെയർ, ട്രാപ്പ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നീ എനിക്കൊരു കണിയാ. എന്താ അറിയാമോ? യു ആർ ട്രൈങ് ടു പ്രിവെന്റ് മീ ഫ്രം ദ ക്രോസ്. നീ ഒരു ട്രാപ്പാ. ദൈവിക പദ്ധതിക്കെതിരെ നിൽക്കരുത്. അവിടെ പറയുന്നത് എന്താ അറിയോ? നീ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മനുഷ്യരുടെ ഇൻട്രസ്റ്റാണ്, ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെന്ന്. അതാണ് എൻ്റെ ഭയം. ഒരു വാക്ക് പോലും, and I bluntly admonish and encourage, രണ്ടും വേണമല്ലോ, the preachers, those who stand in this pulpit, on this pulpit, to give importance, preference to God's interest. ദൈവത്തിൻ്റെതിന് പ്രിഫറൻസ് കൊടുക്കണം, മനുഷ്യൻ്റെതിനല്ല. When you stand before this pulpit, when you stand with this word, വേറെ ആരും ഇവിടില്ല, നീയും ദൈവമേ ഉള്ളൂ. ആ തിരുവെടുത്തൂടെ ഉള്ളൂ. അത് ഉള്ളതുപോലെ പറയാനാണ് ഒരു പ്രീച്ചറിനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്യുവാൻ, മനുഷ്യന്റെ ഇൻട്രസ്റ്റിലേക്ക് അത് തിരിച്ചു വിടുവാൻ ഒരു ദൈവദാസനെയും ദൈവം അനുവദിക്കുന്നില്ല. ഗോഡ്സ് ഇൻട്രസ്റ്റ്, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഒന്ന് പറയാമോ? എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. ചില ബുധനാഴ്ച മുമ്പേ നമ്മൾ അത് ശ്രദ്ധിച്ചതാ, നമ്മൾ ധ്യാനിച്ചതാ. സ്വർഗത്തിൽ അങ്ങയുടെ ഹിതം എപ്രകാരം നീ നിവർത്തിക്കുന്നു, അതേപോലെ തന്നെ ദൈവമേ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കണം. അതാ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. നമ്മളെന്താ പ്രാർത്ഥിക്കുന്നേ? നമുക്ക് പലപ്പോഴും ഇന്ത്യൻ പ്രസിഡന്റ് പോലാണ് കർത്താവ്. ഇന്ത്യൻ പ്രസിഡന്റും ഇവിടുത്തെ പ്രസിഡന്റും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടുത്തെ പ്രസിഡന്റ് അടുത്ത് അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി എന്തോ പറയുന്നു, പാർലമെന്റ് എന്തോ പറയുന്നു, അതിന് സ്റ്റാമ്പ് പിടിക്കും. അതല്ല കർത്താവ്. നമ്മുടെ ഗ്രോസറി ലിസ്റ്റിൻ്റെ അടിയിൽ ഒരു സീലിടുന്നവനല്ല കർത്താവ്. അവൻ്റെ ഹിതം നിവർത്തിക്കട്ടെ. അവൻ്റെ ഹിതം ഈ സഭയിൽ നിവർത്തിക്കട്ടെ. അവൻ്റെ ഹിതം നമ്മുടെ കുടുംബങ്ങളിൽ നിവർത്തിക്കട്ടെ. അവൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാമോ? നമുക്ക് പല ഇൻട്രസ്റ്റ് കാണും. മാൻസ് ഇൻട്രസ്റ്റ്. എന്താ മാൻസ് ഇൻട്രസ്റ്റ്? ഞാൻ മുമ്പേ പറഞ്ഞു, ക്രൗൺ, ഗ്ലോറി വിതൗട്ട് സഫറിങ്. ഞാൻ അനേക കാര്യങ്ങളോട് പറയാനുണ്ട്. This is the plan of God. This is the eternal counsel of God. But Peter is rebuking Jesus. He is standing against the eternal plan of God. എൻ്റെ പ്രിയമുള്ളവരെ, നാം അങ്ങനെ നിൽക്കരുത്. അവസാനത്തിലേക്ക് പോവാം. What we should become. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാടിൻ്റെ പൂർണ്ണത പറഞ്ഞാൽ ഗോസ്പലാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നാം സുവിശേഷം പറയുന്നവരും പറഞ്ഞിട്ട് തിരിച്ചു വന്നവരും പോകാൻ ആഗ്രഹിക്കുന്നവരും ആണെങ്കിൽ വ്യക്തമായിട്ട് പറയട്ടെ, ഈ സുവിശേഷം ആയിരിക്കണം പറയേണ്ടത്. പാർഷ്യൽ പറഞ്ഞ് ജനത്തെ വഞ്ചിക്കരുത്. ഇതിനകത്തൊരു മരണമുണ്ട്, ഇതിനകത്തൊരു ഗിവിങ് അപ്പ് ഉണ്ട്, ഇതിനകത്തൊരു ഡിസോണിങ് ഉണ്ട്, ഇതിനകത്തൊരു മരണമുണ്ട്, ഇതിനകത്തൊരു ക്രൂസ് ഉണ്ട്, ഇതിനകത്തൊരു സെൽഫ് ഡിനയൽ ഉണ്ട്. ഇതാണോ പറയുന്നത്? പത്രോസ്, ഞാൻ പറഞ്ഞല്ലോ ഇത് പാർഷ്യൽ വെളിപ്പാട്, പക്ഷെ പൂർണ്ണതയിലേക്ക് താൻ വന്നു. ലേഖനം എഴുതുന്നപ്പോൾ 2:21 താൻ പറയുക, അതിനായിട്ടല്ലോ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് അവൻ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചേച്ചു പോയി. മുമ്പേ പറഞ്ഞത് വേണ്ടെന്നല്ലേ? പക്ഷെ പിൽക്കാലത്ത് ആ വെളിപ്പാടിന്റെ പൂർണ്ണതയിലേക്ക് പത്രോസിനെ ദൈവം റെസ്റ്റോർ ചെയ്തു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പാർഷ്യലായിട്ടുള്ള വെളിപ്പാടാണ് ഇതുവരെയും കിട്ടിയതെങ്കിൽ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ വെളിപ്പാടിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ കടന്നു വരണം. പത്രോസ് എന്നിട്ട് പറയുക, അവൻ എൻ്റെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ആ ക്രൂസിൽ കയറിയെന്ന്. ക്രൂസിനെ ഒരിക്കൽ തടസ്സപ്പെടുത്തിയ പത്രോസ് പിന്നെ പറയുക, അവൻ എൻ്റെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ആ ക്രൂസിൽ കയറിയെന്ന്. അവൻ്റെ അടിപ്പിടരാ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. അന്നേരമാണ് ക്ലിക്ക് ചെയ്തത് ഐസയ അന്നേരമാണ് പത്രോസിനെ ക്ലിക്ക് ചെയ്തത്. നമുക്ക് ചിലത് മനസ്സിലായില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക, റിബല് ചെയ്യരുത്. ദൈവസന്നിധിയിൽ ആ മെസ്സേജിന് മുമ്പ് സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദൈവമക്കളാണെങ്കിൽ അത് വെളിപ്പെടുത്തി തരും. അവൻ കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണ്.
സമർപ്പിക്കാം. നമ്മൾ എന്തായി തീരാനാ കർത്താവ് വിളിക്കുന്നേ? അത് ചിന്തിക്കാതെ പോകാൻ പറ്റില്ല. എന്തിനാ കർത്താവ് നമ്മെ വിളിക്കുന്നേ? ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ 34 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന്. ആ ആ ആ ആ ആ Yeah. എന്ത് പ്രധാനം കൊടുക്കും? വ്യഭിചാരം പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെക്കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരെ വരുമ്പോൾ ഞാൻ ഈ പെട്ടെന്ന് വായിച്ചു പോകുന്നതേ. കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ വിളിച്ചിട്ട് ജെയ്സനോട് ഏതാണ്ട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ ഓക്കെ ഇനി ആയം തൊട്ട് 100 പറയാം. എനിക്ക് ധൃതിയുണ്ട് ജെയ്സ, ഇതുപോലെ എനിക്ക് ലിമിറ്റ് ഉണ്ട് ഇവിടെ പറയാൻ. ഞാൻ സമയത്തെ ഭയപ്പെടും. കർത്താവ് ഇവിടെ വിളിക്കുക നമ്മളല്ലേ, അല്ലേ? ആരെങ്കിലും, ഇറ്റ്സ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. ആർക്കും വരാം. ഇറ്റ്സ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ, സോ ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഇൻവിറ്റേഷൻ, വ്യക്തിപരമാ. ഇറ്റ്സ് എ ഗ്രേഷ്യസ് ഇൻവിറ്റേഷൻ. ക്വാളിഫയർ പിന്നെ പറയുന്നേ, വരാം ആർക്കും. ഇറ്റ്സ് എ ഗ്രേഷ്യസ് ഇൻവിറ്റേഷൻ. ഇത് കൃപയോട് കൂടിയുള്ള ഇൻവിറ്റേഷനാ. ബട്ട് ഇറ്റ്സ് എ സിവിയർ ഇൻവിറ്റേഷൻ. അതിനകത്തൊരു കോൺസിക്വൻസ് ഉണ്ട്. ഈ ഇൻവിറ്റേഷൻ തിരസ്കരിച്ചാൽ ദർ ഇസ് ഷെയിം. അതാ പിന്നെ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെക്കുറിച്ച് നാണിക്കും. ദാറ്റ്സ് എ പണിഷ്മെന്റ്. സോ ദാറ്റ്സ് എ സിവിയർ ഇൻവിറ്റേഷൻ. Because this is the only way. വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടായി പറയുന്നേ, there is punishment, there is price, there is grace. It's a personal invitation. എന്തിനാണ് കർത്താവ് നമ്മെ ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ഇൻവിറ്റേഷൻ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. വി ആർ ഫെമിലിയർ വിത്ത് ഇറ്റ്. നമ്മൾ പോകുമ്പോൾ ഇൻവൈറ്റ് ചെയ്യും. പക്ഷേ ഐ വാൺ യു, ഇസ് ദിസ് ദ ഇൻവിറ്റേഷൻ ദാറ്റ് യു ആർ ഗിവിംഗ് ദം? ഒരു പാപിയോട് നിങ്ങൾ എന്താ പറയുന്നേ? ഇനി പോര് എന്നാണോ? അതോ ഇതാണോ പറയുന്നേ? ക്രൂശെടുത്ത് പോരാണെന്ന് പറയുന്നേ? സഹിക്കാനാണെന്ന് പറയുന്നേ? ഇല്ലണ്ടായി തീരാനാണെന്ന് പറയുന്നേ? സെൽഫ് ഡിനയലിന് വേണ്ടിയാണോ വിളിക്കുന്നേ? ഹല്ലേലൂയ. ഈ ഇൻവിറ്റേഷൻ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള, മാൻ സെന്റേർഡ് ആയിട്ടുള്ള ഇൻവിറ്റേഷനുകളുടെ ഡെത്ത് ബ്ലോയാ. This is not an invitation to health, wealth, prosperity, trouble-free living, good life here, boosted self-image. No. This is an invitation to self-denial. This is an invitation to cross-bearing. This is an invitation to loyal obedience. This is an invitation to eventually death. മരണത്തിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഏത് പാപിയുടെ എന്ന് പറയാൻ പറ്റുമല്ലേ? നോ, വി ഹൈഡ് ഇറ്റ്. വി ഇന്റർപ്രറ്റ് ഇറ്റ് ഇൻ അവർ ഓൺ വേർഷൻ ആൻഡ് വി വാണ്ട് ദം ടു കം. എങ്ങോട്ട്? നിത്യമരണത്തിൽ നിന്ന് നിത്യമരണത്തിലേക്കോ? നോ, യേശു അങ്ങനെ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. He said, if any of you, എന്ന് പറഞ്ഞാൽ you had to assess it. അറിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞു. അറിഞ്ഞിട്ട് വന്നാൽ മതി, യാതൊരു നിർബന്ധവുമില്ല. But this is the only way. Jesus is the only way to the Father. Jesus is the only way to eternal life. This is an invitation to self-denial, cross-bearing, loyal obedience, ultimately death. But remember, this is Lord's invitation. ഇത് നാം ഗൗരവത്തോടെ അനുസരിക്കേണ്ട ക്ഷണമാണ്. മത്തായി 8:21-22 കർത്താവ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഉടനീളം കാണാം, വചനത്തിലുടനീളം കാണാം. ശിഷ്യന്മാരിൽ വേർതിനവനോട്, another of the disciples said to him, Lord, permit me
first to go and bury my father. But Jesus said to him, follow me and allow the dead to bury their own dead. എന്താ അതിൻ്റെ അർത്ഥം? ഈ പറയുന്ന എല്ലാം ചെയ്യാൻ വേറെ ആളുണ്ട് അല്ലേ? ഇവിടെ ആരും ഇല്ലെങ്കിൽ ഈ എന്തോ എന്നാ പറയുന്നത്, അല്ലല്ല സിറ്റി അല്ലല്ലോ, പൈസ കൊടുത്ത് ബെറിയുന്ന സ്ഥലത്തിൻ്റെ പേര് ഫ്യൂണറൽ ഹോമിൽ വിളിച്ച് വന്നേ, അവർ വന്ന് ബെറി ചെയ്തോളൂന്നേ. പക്ഷെ നമ്മെ വിളിച്ചേക്കുന്നത് ഫോളോ മീ, ഫോളോ മീ. ഫ്യൂണറൽ ഹോമിൻ്റെ പണി നമ്മൾ ചെയ്യണ്ട. വി ആർ ആസ്ക്ഡ് ടു ഫോളോ ഹിം ക്ലോസ്ലി. പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം, ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്തില്ല. ഇതിനകത്ത് 3 പ്രിൻസിപ്പിളുണ്ട് ഫോളോ ചെയ്യണമെങ്കിൽ. ഒന്നാമത്തേത് സെൽഫ് ഡിനയൽ. സെൽഫ് ഡിനയൽ. ഇഫ് യു ലൈക്ക്, ടേക്ക് എ പിക്ചർ. യു ബെറ്റർ ബി വില്ലിംഗ് ടു ഹേറ്റ് യുവർ ഓൺ ലൈഫ്. സ്വയ ജീവിതത്തെ ഡിനായ് ചെയ്യുവാൻ കഴിയാത്തവർക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ഇതാ വിളി. എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്വയത്തിന് മരിക്കാത്തവർക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. എത്ര പേർക്ക് താല്പര്യമുണ്ട്? It is an open invitation, but it is a severe invitation. Jesus said, എന്താ അറിയോ? I am going to die. It's very plain. And not only that, you are also going to die. അങ്ങനല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് എന്തോ ഉണ്ട്? നിങ്ങൾക്കും ക്രൂശുണ്ട്. എനിക്ക് മാത്രമല്ല ക്രൂശ്. നിങ്ങൾക്കും ഉണ്ട് ക്രൂശ്. You also have a cross. If you wish to follow me, you have to deny yourself. This is a call to deny yourself, not to self-fulfillment. നിർത്തിയിട്ട് യേശുവിന് മുമ്പിൽ സമർപ്പിതരായി തീരുവാൻ ഇന്ന് രാവിലെയും എത്ര പേർ തയ്യാറാകുന്നു? യോഹന്നാൻ സ്നാപകൻ അതാ ചെയ്തല്ലേ. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും യേശുവിൻ്റെ വചനം ഉള്ളതുപോലെ പ്രസ്താവിക്കാൻ. Jesus is saying, I'm headed toward death, and frankly, so are you. ആ 12-ൽ 10 പേരും they become martyrs. അല്ലേ? യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ 12-ൽ 10 പേരും അവർ രക്തസാക്ഷികളായി മാറി. Jesus is calling us to endure persecution. Cross here is a metaphor for suffering. രണ്ടാമത്തെ ക്രോസ് ബെയറിംഗ് ആട്ടോ. ഫസ്റ്റ് സെൽഫ് ഡിനയൽ. That is to disown ourselves. Secondly, cross bearing. It symbolizes death by crucifixion. And thirdly, the principle is loyal obedience. അടുത്തത് കർത്താവ് പറയുകയാണ്, ഒരു വിരോധാഭാസം. നിങ്ങൾ ജീവനെ നേടാൻ ശ്രമിച്ചാൽ അതിനെ കളയും. നിങ്ങൾ കളഞ്ഞാൽ അതിനെ നേടാം. ഏതാ നമ്മുടെ ചോയ്സ്? ഇറ്റേണൽ ലൈഫ് വേണമെങ്കിൽ ഈ ലോകത്ത് അത് കളഞ്ഞേ പറ്റും. ഇവിടെ വേണമെങ്കിൽ ഇറ്റേണൽ ലൈഫ് കളയാം. ഇറ്റ്സ് യുവർ ചോയ്സ്. ലാസ്റ്റ്ലി, there is a punishment. There is a judgment coming. Matthew 16:27 ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. But the price is eternal life. അതാണ് 35-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെ നിമിത്തം ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. For whoever wishes to save his life will lose it. But whoever loses his life for my sake and the gospel will save it. Let's close our eyes. Jesus' call today is a gracious call. But there is a cost involved in it. That's why he said, if anyone wishes to follow me, it is a call to self-denial. It is a call to cross-bearing. It is a call to loyal obedience and eventually death. The price is eternal life. You love your life here, you will lose it. If you lose your life here, you will gain eternal life. എത്ര പേർക്ക് തയ്യാറുണ്ട്? ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Good morning, church.
Let's all rise to our feet.